അസ്സലാമു അലൈക്കും. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഞങ്ങളെ പള്ളിയിലുള്ള ഉസ്താദ് ഇന്നിവിടെ നോമ്പ് തുറക്കാൻ വരുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. പഴമൊക്കെ പുഴുങ്ങി വെച്ചു. ഉന്നക്കായ്ക്കുള്ള പഴമാണ് അത്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞും ഒക്കെ റെഡിയാക്കി വെച്ചു. നമ്മളിന്ന് ഉന്നക്കായും സമൂസയും കട്ട്ലേറ്റുമാണ് പലഹാരമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. ഇന്നിപ്പോൾ ഉസ്താദ് വരുന്നത് കൊണ്ട് നമുക്കൊരു സന്തോഷമാണല്ലോ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഉന്നക്കായ്ക്ക് വേണ്ട ഫില്ലിങ്ങായിട്ട് നമ്മൾ തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാരയും കോഴിമുട്ടയും ചേർത്ത് നന്നായിട്ടത് മൊരിയിച്ച് മാറ്റി വയ്ക്കും. അതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തിട്ടുള്ള കാഷ്യൂം കിസ്മിസും അതും റെഡിയാക്കി വയ്ക്കും. ഇത് നമ്മൾ സമൂസയ്ക്കും കട്ട്ലേറ്റിനുള്ള ബീഫ് ഒന്ന് വേവിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ്. അത് നമ്മൾ ഗരം മസാലയും ഉപ്പും മാത്രമാണ് അതിൽ ചേർത്തിട്ടുള്ളൂ. പിന്നെ പകുതി സവാള എടുത്ത് വഴറ്റി നമ്മൾ ബാക്കി പകുതി സവാള നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഈ കട്ട്ലേറ്റിനുള്ളതിലേക്ക് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും കൂടെ അതിൽ ചേർക്കും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത് ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ്. പിന്നെ കുറച്ച് മല്ലിയില എനിക്ക് എല്ലാത്തിലും ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മല്ലിയിലയുടെ സ്വാദ് ഞാൻ എല്ലാ കറികളിലും പറ്റാവുന്ന എല്ലാ കറിയിലും ഞാൻ ചേർക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സമൂസ നമ്മൾ ഷീറ്റ് വാങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അത് വലിയ പ്രയാസമുള്ളൊരു കാര്യമല്ല. പിന്നെ ഞാൻ ടേബിളിൻ്റെ മുകളിലേക്ക് തന്നെ എല്ലാം കട്ട്ലേറ്റിനുള്ള സാധനങ്ങളും ഉന്നക്കായ നിറയ്ക്കാനുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. ഒരു റെസ്റ്റ് ശരിക്കും ആ സമയത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ സംഗതികളും ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഉന്നക്കായ്ക്കുള്ള പഴം വേവിച്ചത് നമ്മൾ കയ്യിൽ വെച്ച് പരത്തി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് നമ്മൾ ഒരു പഴത്തിൻ്റെ ചെറിയ ഒരു ഉന്നക്കായയുടെ ആകൃതിയിൽ നമ്മളിങ്ങനെ മടക്കി ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമ്മളത് പൊരിച്ചെടുക്കും. ഇപ്പോൾ എനിക്ക് ഒരുപാട് കഴിക്കാൻ എപ്പോഴും ഇഷ്ടമുള്ള ഒരു പലഹാരമുണ്ട്. ഒരു മടുപ്പ് തോന്നാത്ത പലഹാരമാണ് ഉന്നക്കായ എന്ന് പറഞ്ഞാൽ. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിൽ കയറിയത്. അപ്പോഴേക്കും ഒത്തിരി പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ പാത്രം കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴുകി വെക്കും. കഴുകിയെല്ലാം അതിൻ്റെ സ്ഥാനത്ത് വെച്ച് നമ്മൾ കിച്ചൺ ഫുള്ളായിട്ടൊന്ന് കഴുകി തുടച്ച് വെക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉഷാറ് വരും. നമ്മൾ ആകെ മെസ്സിയായിട്ട് കിടക്കുന്ന കിച്ചണിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കി ഞാനപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അടുത്ത ജോലി ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം. നമ്മുടെ കിച്ചൺ ആകെ തിളങ്ങുവാണല്ലോ എന്ന് നമുക്ക് തോന്നും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതായിട്ട് ഇറച്ചിക്കറി വെച്ചു. ഇറച്ചിക്കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കുറച്ച് പച്ചമുളകും നീളത്തിൽ അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റും. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് അരക്കഷ്ണം തക്കാളി, ഒത്തിരി വേണ്ട, അത് നിർബന്ധമില്ല, എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചേർത്താണ്. ഒരു അരക്കഷ്ണം തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കാനായിട്ട് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി കുറച്ച്, ഇത്രയും ചേർത്തിട്ട് നമ്മളിതൊന്ന് ചൂടാക്കണം. ചൂടാക്കി കഴിഞ്ഞ് നമ്മൾ കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക സ്വാദ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ പൊടികളെല്ലാം കൂടി ഒന്നിച്ചെടുത്തില്ലെങ്കിൽ ഓരോന്നായിട്ട് എടുക്കാൻ പോകുമ്പോഴേക്കും അത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ എല്ലാം ഒന്നിച്ച് സെറ്റാക്കിയിട്ട് ഒരുമിച്ചാണ് ഇടുക. അതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് ചൂടാക്കി നമ്മൾ എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ വഴറ്റി വെച്ചതിലേക്ക് ആ പൊടികളെല്ലാം ചേർത്ത് ബീഫ് വേവിച്ച വെള്ളത്തോടു കൂടി അതിൽ ചേർത്ത് മല്ലിയിലയും ചേർത്ത് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി എടുത്തത് എനിക്ക് ചെയ്യാനുള്ളത് ചിക്കൻ കറി റെഡിയാക്കാനായിരുന്നു. അപ്പോൾ ബീഫ് റെഡിയാക്കിയതിന് ശേഷം ഞാൻ ചിക്കൻ കറി കുറുമയായിട്ടാണ് വെക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും പിന്നെ നമ്മൾ ഒരു അരക്കഷ്ണം തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ ഇത്രയും ചേർത്തിട്ട് നമ്മൾ പൊടികളായിട്ട് കുറച്ച് ഉപ്പും മല്ലിപ്പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അത് മാത്രം ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് വേണ്ട കുറച്ച് വെള്ളം, ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് 2 വിസിൽ വരുന്നവരെ നമ്മൾ വേവിക്കുക. ആ 2 വിസിലിൽ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ 2 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിലാണ്, ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ, അത് ഓർക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. അതിന് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചമുളക്, ചെറിയുള്ളി, കുറച്ച് തേങ്ങ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒത്തിരി വറുത്ത് അതിൻ്റെ കളറൊന്നും മാറരുത്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ചിട്ട് നമ്മൾ വേവിച്ച ചിക്കൻ അതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നു പോയതാണ്. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുള്ളത് റവ കാച്ച ആണ് കേട്ടോ. അപ്പോൾ ആ റവയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ കാഷ്യൂ ഒക്കെ ചേർത്ത് അരച്ച അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് ഒത്തിരി തിളച്ച് മറിഞ്ഞു പോകരുത് കറി. ചെറുതായിട്ടൊന്ന്
ചൂടാവാനേ പാടുള്ളൂ കേട്ടോ. നമ്മളെല്ലാം ഓൾറെഡി ചൂടാക്കിയതാണല്ലോ. എന്നിട്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടെ അതിൽ ചേർത്തിട്ട് നമ്മൾ മല്ലിയില ചേർത്ത് നമ്മൾ ഒന്ന് ചൂടാക്കി ഒന്ന് ജസ്റ്റ് തിള വരുമ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു 5:30 ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പലഹാരങ്ങൾ പൊരിക്കാമെന്ന് വിചാരിച്ചത്. ആ സമയമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാൻ നേരത്തും ഇളം ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ അതൊന്നും പൊരിച്ച് വെക്കാത്തതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു 5:30 ആയപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് പൊരിച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പലഹാരങ്ങളെല്ലാം നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കുന്നതല്ല, നമ്മളിന്ന് ഉസ്താദ് വരുന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ നമ്മളെല്ലാം കുറച്ചീച്ചാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയത്. അത് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക തന്നിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത ചക്കയാന്ന് പറഞ്ഞിട്ടോ. നമ്മൾ ചക്ക കൊണ്ടുവന്നപ്പോൾ തന്നെ അടുക്കള മുഴുവൻ ചക്കയുടെ മണമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം, എത്ര കഴിച്ചാലും മതിയാവാത്തൊരു ഫ്രൂട്ടാണ് ചക്ക. അപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് തിന്നാലോ എന്ന് ഓർത്ത് അപ്പം തന്നെ ഞാനത് കയ്യോടെ നന്നാക്കി എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ആപ്പിളിൻ്റെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇതെല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചു കേട്ടോ. ഉസ്താദിനെ അവർ മഗ്‌രിബ് നിസ്കാരം കഴിയുമ്പോൾ ഇക്കാക്കയും മോനും കൂടെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ആ സമയമായപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ടേബിളിൽ സെറ്റാക്കി വെച്ചു. പത്തിരിയും ഇടിയപ്പവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാട്ടോ. അതുകൂടെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. പിന്നെ നമ്മൾ ഉസ്താദിനുള്ള തരിക്കഞ്ഞിയൊക്കെ നമ്മൾ ഗ്ലാസ്സിലാക്കി വെച്ചു. ഇത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരൊന്നിച്ചാണ് കേട്ടോ വന്നത്. ഉസ്താദിനെല്ലാം വിളമ്പിയൊക്കെ കൊടുത്ത് ഉസ്താദ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ദുആ ചെയ്തിട്ടൊക്കെയാണ് ഉസ്താദ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് നോമ്പ് ഉറപ്പിക്കാനൊക്കെ പറ്റി. കഴിഞ്ഞ് ഞാൻ മോളോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്നേ. സൂപ്പർ.